ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോലുമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് വീടൊക്കെ നല്ലൊന്ന് വൃത്തിയാക്കി നനച്ചൊളിപ്പണി എടുക്കാനല്ലേ ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കർട്ടനൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. കർട്ടനൊക്കെ എടുത്ത് തിരുമ്പാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാട്ടെ ഞങ്ങൾ മുറ്റത്തിൻ്റെ വേക്കിൽ ഒരു ഡബ്ബർ തോട്ടമുണ്ട് കേട്ടോ. അതൊക്കെ വെട്ടിയിരിക്കണ്. പക്ഷേ അതിൻ്റെ അടുക്കൽ കൂടെ ഞങ്ങൾ കണ്ടുകൊണ്ട് നല്ല കുറേ മാന് വന്നിരിക്കണം. അപ്പോൾ മാനിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ. ഈ നനച്ചിൻ്റെ അടുക്ക് കൂടി എടുത്ത് ഞാൻ സൗണ്ട് കേട്ടപ്പോൾ നോക്കിയതാണ്. പട്ടിയാളെ വെച്ചാൽ വെയ്ത്താലെ കൂടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയതാണ്. അപ്പോൾ നിറച്ച് ഒരു കൂട്ടം മാനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടോ. അല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുക. ടൂറിസ്റ്റ് പോലെ കണ്ടു അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ജനലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടാൻ നോക്കുകയാണ്. മാറാറൊക്കെ തട്ടി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ജനലും വാതിലൊക്കെ നമുക്ക് തന്നെ തുറക്കണം. പിന്നെ കട്ടിൽ കടക്കൊക്കെ പുറത്തേക്ക് കൊടുത്തിടണം. അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് കേട്ടോ. അങ്ങനെ ജനലൊക്കെ നല്ല അടിച്ച് പിന്നെ മാറാടെ ഇഷ്ടം പോലെ ഉണ്ട്. മാറാടൊക്കെ തട്ടി ഇതാക്കി വെച്ചിരിക്കണേ. എനിക്ക് കൂടെ മകനെ ഞാൻ പറഞ്ഞിട്ടില്ല, ചെറുതിനെ അവന് സുഖമില്ലാത്തതാണ് കേട്ടോ പറഞ്ഞേക്കഞ്ഞത്. അപ്പോൾ ഓനാണ് ഈ വീഡിയോസ് എടുത്തു തരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ജനലും വാതിലൊക്കെ നല്ല ഉഷാറെങ്ങാണ്ടൊക്കെ തട്ടി മാറാടൊക്കെ തട്ടിയിട്ട് തുടക്കാനുള്ള ഇതിലാണ് നിൽക്കണേ. പിന്നെ ഫാനും ഒക്കെ ചെയ്യാനുണ്ട്. ഫാനിൻ്റെ അടുത്ത് തുടക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അത് എനിക്ക് എത്തണില്ല കേട്ടോ. ആ സ്റ്റാൻഡുമ്പോൾ കയറിയിട്ട് എനിക്ക് ഭയങ്കര പേടിയൊക്കെ വീഴും വെച്ചിട്ട്. അങ്ങനെ ചെറുതായിട്ടൊക്കെ തട്ടി മാറാടൊക്കെ തട്ടി ഫാനൊക്കെ ശരിയാക്കി പിന്നെ ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോകും. അപ്പോൾ മക്കൾ പറയുന്നു ഉമ്മച്ചി വീക്കിട്ടോ എന്നൊക്കെ പറയുന്നു. ഞാൻ അതിലേറെ പേടിയാണ്. മുകളിൽ കയറുന്നത് തന്നെ എനിക്ക് പേടി കേട്ടോ. അങ്ങനെ സ്റ്റാൻഡുമ്പോൾ കയറി രണ്ടാമത്തെ റൂമത്തവും ഫാനിൻ്റെ ഒക്കെ തട്ടി ഒക്കെ ശരിയാക്കിട്ടോ. ഇത് നമുക്ക് ഒരാളെ കൊണ്ട് എന്തായാലും ഒരു ദിവസം കൊണ്ട് കഴിയൂല. അപ്പം മക്കളെല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ റേക്കുകളൊക്കെ തട്ടാണ് കേട്ടോ. റേക്കൊക്കെ തട്ടിയിട്ട് ഒക്കെ എനിക്ക് ചെറുത് എടുത്തതാണ്. കടക്കൊക്കെ ബെഡൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അതിനൊപ്പം ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ കഞ്ഞിക്കും ചോറിനും വെള്ളം വെച്ചിരിക്കണം അടുപ്പത്ത് ഗ്യാസിന്. അതേപോലെ ബീഫും കൊടുത്തിട്ടുണ്ട്. ബീഫും കൂടി വെച്ച് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭക്ഷണം കഴിക്കണ്ടേ, ഇത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുക്കൽ കൂടി ഞാൻ ഈ കർട്ടനൊക്കെ ഒന്ന് അലക്കാൻ ഇട്ടിട്ടുണ്ടോ. കർട്ടന് കുറേ ഉണ്ടായതുകൊണ്ട് ഒരു ഇതിൽ പോകില്ല. അപ്പോൾ രണ്ടിട്ടയാണ്ട് അലക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ കർട്ടനൊക്കെ തിരുമ്പി പുറത്ത് തോരട്ടിക്കണേ. തോരടാൻ വലിയൊരു അയലുണ്ട് കേട്ടോ മുന്നിൽ. അപ്പോൾ അവിടെ ഇട്ട വേഗം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ അത് ഇട്ടു. പിന്നെ കസേരകളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് തട്ടാലത് ഷോക്കേസാണ്. ഷോക്കേസ് ശരിയാക്കാണ്ട് കുറേ പണിയാണ് ഷോക്കേസ് ശരിയാക്കാൻ. അതിൽ ക്ലാസ്സും ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഫോട്ടോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ ശരിയാക്കിയിട്ടാണല്ലേ വീഡിയോ എടുത്തത്. അങ്ങനെ ഷോക്കേസൊക്കെ റെഡിയാക്കി ഉഷാറാക്കി. ഇതാണ് കേട്ടോ ഇത് ദിലുവാണേ, മൂത്ത മോനാണ് മുന്നിൽ നിൽക്കുന്നത്. ബേക്കിലിരിക്കണത് കേട്ടോ ചെറുത് റിച്ചുവാണ്. അങ്ങനെ സ്റ്റെപ്പൊക്കെ അങ്ങനെ ശരിയാക്കിയാണ്ട് ഒക്കെ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് അകത്ത് നോക്കാം കേട്ടോ. അകത്ത് അതേമാതിരി സ്റ്റാൻഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കയറാൻ ഭയങ്കര പേടി കേട്ടോ എനിക്ക്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ദിവസം ഞാൻ ചായയും പൂളിയും പാടെ ഉണ്ടോ വൈകുന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇത് രണ്ടാമത്തെ ദിവസം കേട്ടത്. രണ്ടാമത്തെ ദിവസം നമുക്ക് അടുക്കള ശരിയാക്കാനല്ലേ എടുക്കാം കേട്ടോ. അടുക്കളയിൽ നമ്മൾ കുപ്പികളൊക്കെ പുറത്ത് വെച്ചിട്ടാണ്. കുപ്പികളൊക്കെ പുറത്ത് വെച്ചൊക്കെ ഒന്ന് കഴുകി എടുത്തേക്കാൻ സ്റ്റാൻഡും കുറേ പണികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഷോക്കേസൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. പിന്നെ അങ്ങനെ കുപ്പികളൊക്കെ റെഡിയാക്കി വെച്ചു. അതേപോലെ വെച്ചിട്ടോ. അങ്ങനെ കുപ്പികളൊക്കെ റെഡിയാക്കി വെച്ചു. ഒക്കെ ശരിയാക്കി. അന്ന് ഞാൻ കഴുകണമൊക്കെ ചെറുതായിട്ട് വീഡിയോ ഇതിലുണ്ടാവും. അത് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ കുപ്പികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉള്ളിക്കൊട്ട സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മിക്സിയൊക്കെ നല്ലൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡും കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ചുമരുകളും ഒക്കെ ഒന്ന് ഒരിച്ച് കഴുകണ്ടേ. ഗ്യാസ് വെക്കണ സ്ഥലമാട്ടോ ഇവിടെ. അപ്പോൾ നല്ല കറിൻ്റെതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ. പിന്നെ എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയാണ് അടുക്കളയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലം. അടുക്കളയിലാണ് എല്ലാതും ഉണ്ടാകുക. നമ്മളെന്നും വൃത്തിയാക്കുന്ന സ്ഥലമാണ് അടുക്കള. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് അടുക്കള വൃത്തിയാക്കാനാണല്ലേ.
അടുക്കളയിലാണ് കേട്ടോ ഫുള്ള് ക്ലീനിങ് അധികം ഉള്ളത്. റൂമിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടുക്കള നന്നാക്കാനാണ് പണി. അങ്ങനെ നമ്മൾ ഗ്യാസ് അടുപ്പ് എല്ലാം ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത പണിക്ക് പോകാം കേട്ടോ. കുറേ പണികളാണ് അടുക്കളയിലുള്ളത്. ഇത് കഴിഞ്ഞേക്ക് നമുക്ക് കുപ്പികൾ മോറുന്ന വീഡിയോ അതിൽ വെച്ചിട്ടില്ലല്ലോ. കുപ്പി കഴുകണ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതൊരു മോനാട്ടോ വീഡിയോസ് എടുത്ത് തരുന്നത്. അങ്ങനെ കുപ്പികളൊക്കെ എപ്പോഴാലും നമ്മൾ ഒക്കെ എടുത്ത് വെച്ച കുപ്പികൾ, ഇതൊന്നും ഉപയോഗിച്ചാത്ത കുപ്പികളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പൊടികളൊക്കെ ഇട്ടുമ്പോൾ അതിൽ ഇടാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കഴുകി എടുത്തേക്കാണ്. നോമ്പിന് എന്തായാലും അത്യാവശ്യം വരും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ അപ്പോൾ 10 മണിക്ക് അങ്ങനെ ഇതിൽ കൊണ്ടുവന്നാട്ടോ റോട്ടിൽ പോയിങ്ങാണ്ട് കുഴങ്ങിയിട്ട്. അപ്പോൾ എന്തെങ്കിലും കൈക്കാലം വെച്ചിട്ട് പപ്സും കൊണ്ടുവന്നിട്ടോ. അങ്ങനെ റേക്കും കാര്യങ്ങളൊക്കെ തട്ടി ഒരു വിധമൊക്കെ ശരിയായിട്ടോ. ഇനിയുണ്ട്, ഇനി ഡോറ് ജനലൊക്കെ തുടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ വേണമെങ്കിൽ തുടച്ച് തരുന്നത്. അപ്പോൾ വീഡിയോസിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിട്ടോ. അപ്പോൾ ഞാൻ വയ്ക്കണ പോലെ ചെറുതായിട്ട് എടുത്തതാണ്. അങ്ങനെ വാതിലും ജനലൊക്കെ തുടച്ചു. പിന്നെ ഞാനും കുറേ വാതിലും തുടച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് കറി വെക്കാനല്ലോ കിട്ടിയിരിക്കണേ. അപ്പോൾ ചിക്കനാട്ടോ കിട്ടിയ ചിക്കന് കറി വെച്ചു. ഫ്രൈ ഉണ്ട് കേട്ടോ. അതിലൊപ്പം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടോ. പിന്നെ സിറ്റൗട്ട് കഴുകുകയാണ് കേട്ടോ. ഇനി സിറ്റൗട്ട് ടൈലിട്ടതാണ് ചുമരൊക്കെ. അപ്പോൾ അതൊന്ന് നല്ലൊന്ന് അരച്ച് കഴുകാൻ വേണ്ടിയിട്ട് ശരിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് അവസാനത്തെ എല്ലാം കഴിഞ്ഞു. പണിയൊക്കെ ഒരുവിധം ഒപ്പിച്ചു. ചുമരും ഒക്കെ കഴുകണ ദിവസമായിട്ടെന്ന്. അപ്പോൾ ഇത് എടുത്ത് തരുന്നത് ഫിദയാണ് കേട്ടോ. ഫിദ അവിടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവളെ കൊണ്ടൊന്ന് വീഡിയോസ് വെറുതെ എടുപ്പിച്ചാണ് എനിക്ക്. നമ്മൾ നനച്ചുള്ളിപ്പണി ഏകദേശം കഴിഞ്ഞിട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മൾ കോഫി ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. കോഫിക്ക് കടിയായിട്ട് നമുക്ക് പയം ഒരുപാടുണ്ട് കേട്ടോ. ഉമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് അടിക്കുകയും സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.